ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് അരി ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് മീലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ചേർക്കാത്ത ഈ പാൻ റൊട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. മുളപ്പിച്ച ചെറുപയറും കടലയുമാണ് ഞാൻ ഈ റൊട്ടി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിൽ മിക്സിയിൽ അരച്ചെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയറുകൾ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല കട്ടിയിൽ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കുക. ജാറിൽ പറ്റിയിരിക്കുന്ന മാവ് വളരെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. നല്ല കട്ടിയിലുള്ള മാവായിരിക്കണം, കൂടുതൽ ലൂസാക്കി കളയരുത്. ഇതുപോലെ ഇഡ്ഡലി മാവിൻ്റെ കട്ടിയിലായിരിക്കണം കലക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി വളരെ കുറച്ച് ഇഞ്ചി ചേർക്കാം. പിന്നെ എരിവിന് വേണ്ടി ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് അതും ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ സവാളയും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാബേജ്, അതുപോലെ പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസ് ഒക്കെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് മുരിങ്ങയിലയാണ്. അത് അവൈലബിൾ ആയിട്ടുള്ളവർ ചേർക്കുക, വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഇതിന് പകരം മല്ലിയില ചേർത്താലും മതിയാകും. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ടിത് മാറ്റിവെച്ച് നമുക്ക് പാൻ ചൂടാക്കി റൊട്ടിയായി ചുട്ടെടുക്കാം. ചൂടായ പാനിൽ എണ്ണ തടവിയതിന് ശേഷം ഇതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പതിയെ ഷേപ്പ് ചെയ്തെടുക്കാം. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അതിനുശേഷം വേണം പരത്താനായിട്ട്. ആവശ്യത്തിന് പരത്തിയതിന് ശേഷം മൂടി വെച്ച് ഒരു സൈഡ് നല്ലതുപോലെ മൊരിയുന്നത് വരെ വേവിക്കുക. മീഡിയം ഹീറ്റിൽ വേവിക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് മാത്രം എണ്ണ ചേർത്താൽ മതിയാകും. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടാം. വീണ്ടും മൂടി വെച്ച് മറ്റേ സൈഡ് മൊരിയുന്നത് വരെ വേവിക്കുക. ഏകദേശം 3 മിനിറ്റ് കൊണ്ട് താഴെ ഭാഗവും മൊരിയും. 3 മിനിറ്റാണ് ഒരു സൈഡ് മൊരിയാൻ വേണ്ടത്. മീഡിയം ഹീറ്റിലാണ് മൊരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൻ റൊട്ടിയാണിത്. ഇത് ഗോതമ്പൊടി അരിപ്പൊടി ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കുറച്ച് മുരിങ്ങയില തോരൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മീൻ കറിയോ ചിക്കൻ കറിയോ ഇറച്ചിക്കറിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം. ചോറും ചപ്പാത്തി അങ്ങനെയുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ കറികളും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ മീൻ കറിയാണ് എടുത്തിരിക്കുന്നത്. അത് കുടംപുളിയിട്ട് പറ്റിച്ച മീൻ കറിയാണ് എടുത്തിരിക്കുന്നത്. ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അരി ഗോതമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് മീലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.